Hello dears, welcome to the class. Today we are going to discuss about our fourth unit, Star in the Jar. ജാറിനുള്ളിലെ നക്ഷത്രം. Okay, let's start our class. Listen to your teacher. നിങ്ങളുടെ ടീച്ചർ പറയുന്നത് കേൾക്കൂ. Lucky had a hobby of searching treasures. ലക്കി എന്നാണ് ആ ആൺകുട്ടിയുടെ പേര്. അവനൊരു ഹോബി ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ അമൂല്യമായ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ആഫ്റ്റർ എവറി സെർച്ച്, എല്ലാ തിരഞ്ഞു നോക്കലിനും ഒടുവിലും ഹീ വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ, അവന് വിലപിടിപ്പുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടാറുണ്ടായിരുന്നു. ഹീ കെപ്റ്റ് ഓൾ ദ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്, അങ്ങനെ കിട്ടിയ എല്ലാ സാധനങ്ങളും അവനൊരു ബോക്സിലാണ് ഇട്ടുവച്ചിരുന്നത്. എ ട്രഷർ ബോക്സ്, ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ഒരു നിധി ഇട്ടുവയ്ക്കുന്ന ബോക്സ് അല്ലെങ്കിൽ അമൂല്യമായ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇട്ടുവയ്ക്കുന്ന ഒരു ബോക്സ് ലക്കിക്ക് ഉണ്ടായിരുന്നു. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ലക്കി സോ സംതിങ് സ്പെഷ്യൽ ഇൻ ദ ഗാർഡൻ, ലക്കി കണ്ടു അവൻ്റെ പൂന്തോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകത. ഹേ ലൂസി, കം ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ലക്കി സിസ്റ്ററെ വിളിക്കുകയാണ്. ലൂസി, ഇങ്ങോട്ട് വരൂ, ഇവിടെ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ട്. ലക്കി കോൾഡ് ഔട്ട് ടു ഹിസ് സിസ്റ്റർ, സിസ്റ്ററിനെ ലക്കി വിളിച്ചു. ലൂസി കെയിം അപ് ടു ലക്കി, ലൂസി അവൻ്റെ അടുത്തേക്ക് വന്നു. സീ ദിസ്, ഇറ്റ്സ് നൈസ് ഈസ്ൻ്റ് ഇറ്റ്, ഹി ആസ്ക്ഡ്. ഇത് നോക്കൂ, ഇത് നന്നായിട്ടുണ്ട് ഇല്ലേ, അവൻ ചോദിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ, ലൂസി സെഡ്. അപ്പോൾ ലൂസി പറയാണ്, എനിക്ക് തോന്നുന്നത് ഇത് കളിക്കുന്ന ഒരു നക്ഷത്രമാണ് എന്നാണ്. നോ നോ, ദിസ് ഈസ് നോട്ട് എ ടോയ് സ്റ്റാർ. അപ്പോൾ അവൻ പറയാണ്, അല്ല അല്ല, ഇത് കളിക്കുന്ന സ്റ്റാർ നക്ഷത്രമല്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രഷർ സെഡ് ലക്കി. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു നിധിയാണ് അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള ഒന്നാണ് എന്ന് ലക്കി പറഞ്ഞു. ലക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ് ട്രഷർ എന്ന് പറയുന്നത്. അതവന് വളരെ വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ അവനത് നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. ദ ട്രഷർ ലുക്ക് ലൈക്ക് എ സ്റ്റാർ. ആ കണ്ടുപിടിച്ച സാധനം ഒരു സ്റ്റാർ നക്ഷത്രം പോലെ ആയിരുന്നു. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. അതെങ്ങനെയുള്ളതായിരുന്നു? തിക്ക്, കട്ടിയുള്ളതും അതുപോലെ തന്നെ ഗ്ലോസി, തിളങ്ങുന്നതുമായിരുന്നു. ആൻഡ് എ ലിറ്റിൽ ഹെവി ടു, പിന്നെ കുറച്ച് കനവുമുണ്ടായിരുന്നു. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട്, പക്ഷേ ഇതൊരു കളിക്കുന്ന നക്ഷത്രമല്ല. ലക്കി ടുക്ക് ദ ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്സ്. ലക്കി എന്തു ചെയ്തു? ആ ട്രഷറിനെ അവൻ്റെ കയ്യിലെടുത്തു. വാട്ട് ഈസ് ഇറ്റ് ദെൻ? അപ്പോൾ ഇത് എന്താണ് ലക്കി? ഡു യു ഹാവ് എനി ഐഡിയ? ലക്കി, നിനക്ക് എന്തെങ്കിലും ഐഡിയയുണ്ടോ? ലൂസി ആസ്ക്ഡ്. ലൂസി അവനോട് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദാറ്റ് ട്രഷർ? എന്തായിരുന്നു ആ ട്രഷർ? ദാറ്റ് ഈസ് എ സ്റ്റാർ. അത് ഒരു സ്റ്റാറാണ്, നക്ഷത്രമാണ്. ലിസൺ ടു യുവർ ടീച്ചർ. ഹൂസ് ട്രഷർ ഈസ് ദിസ്? ഇത് ആരുടെ ട്രഷറാണ്? ലെറ്റ്സ് ഫൈൻഡ് ദ ഓണർ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക്. നമുക്ക് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കാം. ലൂസി സെഡ്. ലെറ്റ്സ് ആസ്ക് മിലി. നമുക്ക് മിലിയോട് ചോദിക്കാം. ദ ചിൽഡ്രൻ വെൻറ്റ് ടു മിലീസ് ഹൗസ്. അങ്ങനെ കുട്ടികൾ മിലിയുടെ വീട്ടിലേക്ക് പോയി. ലക്കി ആൻഡ് ലൂസി വെൻറ്റ് ടു മിലീസ് ഹൗസ്. ലക്കിയും ലൂസിയും മിലിയുടെ വീട്ടിൽ പോയി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. മിലിയെ ലക്കി വിളിച്ചു. മിലി ആൻഡ് ഹെർ മദർ കെയിം ഔട്ട്. അപ്പോൾ മിലിയും അവളുടെ അമ്മയും പുറത്തേക്ക് വന്നു. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഈസ് ഇറ്റ് യുവേഴ്സ്? ലക്കി ആസ്ക്ഡ്. നോക്കൂ, ഇത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നിൻ്റെയാണോ എന്ന് ലക്കി ചോദിച്ചു. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ, മിലി റിപ്ലൈഡ്. അല്ല അല്ല, ഇത് എൻ്റെ അല്ല എന്ന് മിലി തിരിച്ചു പറഞ്ഞു. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലക്കി ഹാഡ് നോ ഐഡിയ.
അപ്പോൾ ഇത് ആരുടെ ട്രഷർ ആയിരിക്കും? ലക്കിക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല ആരുടേതാണ് എന്നുള്ളത്. വിൽ ദ ചിൽഡ്രൻ ഫൈൻഡ് ഔട്ട് ദ ഓണർ? കുട്ടികൾ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുമോ? ലിസൺ ടു യുവർ ടീച്ചർ. ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ, ബട്ട് ഹീ കുഡ് നോട്ട് ഫൈൻഡ് ദ ഓണർ. ലക്കി അവൻ്റെ മറ്റു ഫ്രണ്ട്സിനോടും ചോദിച്ചു, പക്ഷേ അവന് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദെൻ ഐ വിൽ കീപ് ഇറ്റ്, ഹീ ഡിസൈഡഡ്. ഇനി ആരും ഇതിൻ്റെ ഉടമസ്ഥനായിട്ട് വരാത്തതുകൊണ്ട് ലക്കി തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഹീ ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. വേർ വിൽ ലക്കി കീപ് ദ ട്രഷർ? എവിടെയായിരിക്കും ലക്കി ആ ട്രഷർ സൂക്ഷിക്കുക? വേർ ഷാൾ ഐ കീപ് ഇറ്റ്? ഞാനിത് എവിടെ സൂക്ഷിക്കും? മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ. എൻ്റെ ട്രഷർ ബോക്സ് ഫുള്ളാണ്, നിറഞ്ഞിരിക്കുകയാണ്. ലക്കി തോട്ട്. ലക്കി ചിന്തിച്ചു. ഹി വെൻറ്റ് ടു ദ കിച്ചൺ ആൻഡ് ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. അവൻ കിച്ചണിൽ പോയി ഒരു വലിയ ഗ്ലാസിൻ്റെ ജാർ എടുത്തു കൊണ്ടുവന്നു. ദെൻ ഹീ പുട്ട് ദ ട്രഷർ ഇൻ ഇറ്റ്. എന്നിട്ട് ആ ട്രഷർ അതിൽ ഇട്ടു. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. വളരെ നന്നായിട്ടുണ്ട്. ഹി ലൈക്ഡ് ഹിസ് ന്യൂ ട്രഷർ. അവന് അവൻ്റെ പുതിയ ട്രഷർ ഇഷ്ടപ്പെട്ടു. ലക്കി പ്ലേസ്ഡ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. ലക്കി ആ ജാർ അവൻ്റെ ടേബിളിലാണ് വെച്ചത്. ക്വസ്റ്റ്യൻ ആണ്, വിൽ ലക്കീസ് പാരൻസ് അലോ ഹിം ടു കീപ് ദ ജാർ ദർ? ലക്കിയുടെ പാരൻസ് ആ ജാർ അവിടെ വെക്കാൻ അവനെ സമ്മതിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ലിസൺ ടു യുവർ ടീച്ചർ. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം. അവൻ അവൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നു. വാട്ട് എ സർപ്രൈസ്, ദ ട്രഷർ ഇൻ ദ ജാർ വാസ് ഷൈനിങ്. വളരെ അത്ഭുതമായിട്ട് അവന് തോന്നിയത് എന്താണ്? ആ ട്രഷർ ജാറിനുള്ളിൽ വെച്ചത് ഇങ്ങനെ തിളങ്ങുന്നു. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? ആ ട്രഷർ ശരിക്കും ഒരു നക്ഷത്രമാണോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദ ലൈറ്റ് ഫ്രം ദ ട്രഷർ സ്പ്രെഡ് ഓൾ ഓവർ ദ റൂം. ആ ട്രഷറിൽ നിന്നുണ്ടായ ലൈറ്റ് റൂം ആകെ നിറഞ്ഞു. ഓ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, സെഡ് ലക്കി ഇൻ വണ്ടർ. നിനക്ക് നന്നായി പ്രകാശിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ലക്കി ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. ദ ട്രഷർ ബ്ലിങ്ക്ഡ് വൺസ്. അപ്പോൾ ആ ട്രഷർ ഒരു തവണ വീണ്ടും തിളങ്ങി. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം. റൂമിനുള്ളിൽ ചെറിയ ഒരു ചൂട് അനുഭവപ്പെട്ടു. ലക്കി ഓപ്പൺ ദ വിൻഡോ. ലക്കി ജനാല തുറന്നു. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ്. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളായിരുന്നു. സഡൻലി ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. പെട്ടെന്ന് അവനൊരു കാര്യം നോക്കി. ആകാശത്ത് സ്പെഷ്യലായിട്ട് ഒരു കാര്യം. വാട്ട് ഡിഡ് ലക്കി സീ ഇൻ ദ സ്കൈ? എന്താണ് ലക്കി ആകാശത്ത് കണ്ടത്? ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ലക്കി ഒരു മെസ്സേജാണ് ആകാശത്ത് കണ്ടത്. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ഒരു ചെറിയ നക്ഷത്രത്തെ നഷ്ടപ്പെട്ടു. കണ്ടില്ലേ എഴുതിയിരിക്കുന്നത്? അതാണ് ലക്കി കണ്ടത്. ലക്കി ലുക്ക്ഡ് അറ്റ് ദ ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്. അപ്പോൾ ലക്കി വളരെ ആശ്ചര്യത്തോടു കൂടി ആ ഒരു തിളങ്ങി നിൽക്കുന്ന ട്രഷറിനെ നോക്കി. ലിസൺ ടു യുവർ ടീച്ചർ. ദ ട്രഷർ ഈസ് ഷൈനിങ് നൗ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. അപ്പോൾ ആ ട്രഷർ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുപോലെയാണ്? സ്റ്റാർ പോലെ അല്ലേ? ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? ശരിക്കും ഇതൊരു സ്റ്റാർ ആണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? എങ്ങനെയാണ് ഇത് വന്നത്? ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ്. ലക്കിക്ക് ആകെ കൺഫ്യൂഷനായി. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? അതൊരു ശരിക്കുള്ള നക്ഷത്രമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? അപ്പോൾ ലക്കി ചോദിക്കുകയാണ്, നീയാണോ കാണാതെ പോയ ആ സ്റ്റാർ? ലക്കി ടുക്ക് ദ ട്രഷർ ഔട്ട് ഓഫ് ദ ജാർ ആൻഡ് വെൻറ്റ് നിയർ ദ വിൻഡോ. ലക്കി ആ ട്രഷറിനെ ജാറിൽ നിന്നും എടുത്തു. എന്നിട്ട് വിൻഡോ ജനാലയ്ക്ക് അടുത്തേക്ക് പോയി.
ദ ട്രഷർ ഷോൺ ഈവൻ ബ്രൈറ്റർ. അപ്പോൾ ആ ട്രഷർ ഒന്നുകൂടി നന്നായി തിളങ്ങി. വൗ, ആർ യു എ റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. നീ ശരിക്കുമുള്ള ഒരു നക്ഷത്രമാണോ? ലക്കിക്ക് വളരെ സന്തോഷമായി. ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? നിനക്ക് തിരിച്ചു പോകണോ? ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റ്ലി. അപ്പോൾ ആ കുഞ്ഞു നക്ഷത്രം വളരെ നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് മിന്നി. ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ആകാശത്തെത്തിക്കാൻ സഹായിക്കാം. ഹൗ വിൽ ലക്കി ഹെൽപ്പ് ദ സ്റ്റാർ റീച്ച് ദ സ്കൈ? എങ്ങനെയാണ് ലക്കി സ്റ്റാറിനെ ആകാശത്തെത്തിക്കാൻ സഹായിക്കുന്നത്? ലിസൺ ടു യുവർ ടീച്ചർ. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലക്കി അവൻ്റെ സിസ്റ്ററിനെ വിളിച്ചു, ലൂസിയെ വിളിച്ചു. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. നോക്കൂ ആ മെസ്സേജ്. ലൂസി റീഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. ലൂസി ആ മെസ്സേജ് വായിച്ചു, ആകാശത്തിലുള്ളത്. കം, ലെറ്റ്സ് ഡു സംതിങ്, ലക്കി സെഡ്. വരൂ, നമുക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് ലക്കി പറഞ്ഞു. ലൂസി ആൻഡ് ലക്കി വെൻറ്റ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ദ ജാർ. അങ്ങനെ ലക്കിയും ലൂസിയും ആ ജാറും എടുത്ത് പുറത്തേക്ക് പോയി. വാട്ട് വിൽ ദേ ഡു നൗ? എന്താണ് ഇപ്പോൾ ഇനി അവർ ചെയ്യുക? ലക്കി ഹെൽഡ് ദ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് യെൽഡ് ഔട്ട് ടു ദ സ്കൈ. ലക്കി ആ സ്റ്റാറിനെയും പിടിച്ച് പുറത്തേക്ക് പോയി, ആകാശത്തേക്ക് കാണിക്കുന്നത് പോലെ. ഹേ ലുക്ക്, യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ ബട്ട് ദർ വാസ് നോ റിപ്ലൈ. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെയുണ്ട്, പക്ഷേ അതിന് മറുപടിയൊന്നും കിട്ടിയില്ല. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്. നക്ഷത്രങ്ങൾ വളരെ വളരെ അകലെയാണ് നമ്മളിൽ നിന്ന്, അല്ലേ? ദേ മെ നോട്ട് ഹിയർ അസ് സെഡ് ലൂസി. അപ്പോൾ ലൂസി പറഞ്ഞു, നമ്മൾ ഈ പറയുന്നതൊന്നും അവർ കേൾക്കില്ല. വാട്ട് ക്യാൻ വി ഡു നൗ? ലക്കി ആസ്ക്ഡ്. നമ്മളിപ്പോൾ എന്തു ചെയ്യും? വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു നൗ? എന്തായിരിക്കും ആ കുട്ടികൾ ഇപ്പോൾ ചെയ്യുക? ലിസൺ ടു യുവർ ടീച്ചർ. ഇറ്റ് മേ ഫ്ലൈ സംടൈംസ് സെഡ് ലൂസി. ഇത് ചിലപ്പോൾ പറക്കും. ലെറ്റ്സ് ഷോ ഇറ്റ് ടു ദ സ്കൈ. ലെറ്റ് ഇറ്റ് ഫ്ലൈ. നമുക്ക് ആകാശത്തേക്ക് കാണിച്ചു കൊടുക്കാം, പറക്കുകയാണെങ്കിൽ പറക്കട്ടെ എന്നുള്ളതിൽ. ലൂസി ആൻഡ് ലക്കി വെൻറ്റ് ടു ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ലക്കിയും ലൂസിയും അവരുടെ പിറകുവശത്തെ മുറ്റത്തേക്ക് പോയി. ദ ചിൽഡ്രൻ ബ്രോട്ട് എ ലാഡർ. കുട്ടികൾ ഒരു ഏണി എടുത്തുകൊണ്ടുവന്നു. ലക്കി ക്ലൈംബ്ഡ് അപ്പ് ദ ലാഡർ. ലക്കി അതിൽ കയറി. ഹി ഓപ്പൺഡ് ദ ജാർ. അവൻ ആ ജാറ് തുറന്നു. ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഹിസ് ഹെഡ്. എന്നിട്ട് തലയ്ക്ക് മുകളിലായി പിടിച്ചു. നൗ ഫ്ലൈ അപ്പ്, ഹി സെഡ് ടു ദ ലിറ്റിൽ സ്റ്റാർ. ഇപ്പോൾ മുകളിലേക്ക് പറക്കൂ എന്നവൻ ലിറ്റിൽ സ്റ്റാറിനോട് പറഞ്ഞു. ബട്ട് ഇറ്റ് ഡിഡിൻ മൂവ്. പക്ഷേ അത് ചലിച്ചില്ല. ലക്കി ഫെൽറ്റ് സാഡ്. അവന് സങ്കടം തോന്നി. ഐ ഹാവ് ആൻ ഐഡിയ, ലൂസി സെഡ്. അപ്പോൾ ലൂസി പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയയുണ്ട് എന്ന്. വാട്ട് ഈസ് ലൂസീസ് ഐഡിയ? എന്തായിരിക്കും ലൂസിയുടെ ഐഡിയ? കളക്ട് സം കാൻഡിൽസ് ക്യുക്ക് സെഡ് ലൂസി. കുറച്ച് കാൻഡിൽസ്, മെഴുകുതിരികൾ കൊണ്ടുവരൂ പെട്ടെന്ന് എന്ന് ലൂസി പറഞ്ഞു. ലക്കി റാൻ ഇൻസൈഡ് ദ ഹൗസ്. ലക്കി വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഹീ കളക്റ്റഡ് സം കാൻഡിൽസ് ഫ്രം ദ കബോർഡ്. അവൻ കുറച്ച് കാൻഡിൽസ് കബോർഡിൽ നിന്നും കൊണ്ടുവന്നു. ലക്കി ആൻഡ് ലൂസി ലിറ്റ് ഓൾ ദ കാൻഡിൽസ്. ലക്കിയും ലൂസിയും ആ കാൻഡിൽസ് കത്തിച്ചു. ദേ അറേഞ്ച്ഡ് ദം ഓൺ ദ ടെറസ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് ടെറസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ദ കാൻഡിൽ ലൈറ്റ്സ് ടുഗദർ ഫോംഡ് എ മെസ്സേജ്. അങ്ങനെ ആ കാൻഡിൽ ലൈറ്റ്സ്, മെഴുകുതിരികൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു മെസ്സേജായി മാറി. വാട്ട് വാസ് ദ മെസ്സേജ്? എന്തായിരുന്നു ആ മെസ്സേജ്? ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽ ലൈറ്റ്സ്. ലക്കിയും ലൂസിയും ഒരു മെസ്സേജ് ഉണ്ടാക്കി ആ മെഴുകുതിരികൾ വെച്ചിട്ട്. എന്തായിരുന്നു? യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട്. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. അവർക്ക് നമ്മുടെ മെസ്സേജ് വായിക്കാൻ കഴിയുമോ എന്ന് ലക്കി ചോദിച്ചു.
ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സെഡ്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ലൂസിയും പറഞ്ഞു. ദേ വെയിറ്റഡ് ദർ ഫോർ സം ടൈം. അവർ അവിടെ കുറച്ചു നേരം കാത്തുനിന്നു. വിൽ ദ സ്റ്റാർസ് റീഡ് ദ മെസ്സേജ്? വാട്ട് വിൽ ദേ ഡു? ആ മെസ്സേജ് നക്ഷത്രങ്ങൾ വായിക്കുമോ? അവർ എന്തു ചെയ്യും? ഫിസ്. ദേ ഹിയർഡ് എ ക്രാക്ലിംഗ് സൗണ്ട് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് എന്തോ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് പോലെ തോന്നി. സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ്സ്. ആകാശത്ത് നിന്ന് താഴേക്ക് ലൈറ്റ്സിൻ്റെ ഒരു വരി ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കെയിം ഡൗൺ ആസ് എ ഗ്ലിറ്ററിങ് ചെയിൻ. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ താഴേക്ക് ഇങ്ങനെ തിളങ്ങുന്ന ഒരു ചെയിൻ പോലെ വന്നതായിരുന്നു അത്. ലക്കി ഹെൽഡ് ദ ജാർ അപ്പ്. ലക്കി എന്തു ചെയ്തു? ആ ജാർ ഇങ്ങനെ പൊക്കി പിടിച്ചു. ദ ചെയിൻ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ദ ലിറ്റിൽ സ്റ്റാർ ജെന്റ്ലി. അപ്പോൾ താഴേക്ക് വന്ന ആ ചെയിൻ ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം വന്നു അല്ലേ, അത് ആ കുഞ്ഞു നക്ഷത്രത്തെ പതുക്കെ പൊക്കി. ദെൻ ദേ വെൻ ബാക്ക് ടു ദ സ്കൈ. അങ്ങനെ അവർ തിരിച്ച് ആകാശത്തിലേക്ക് പോയി. ദ ചിൽഡ്രൻ ഗാസ്ഡ് അറ്റ് ദ സ്ട്രിങ് ഓഫ് സ്റ്റാർസ് ഇൻ സർപ്രൈസ്. ആ ഒരു നക്ഷത്രക്കൂട്ടം പോകുന്നത് കുട്ടികൾ ആശ്ചര്യത്തോടെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. വിൽ ലക്കി ബി സാഡ് ഓർ ഹാപ്പി? വൈ? ലക്കി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സന്തോഷമോ അല്ലെങ്കിൽ ദുഃഖമോ വരാൻ കാരണം? ലിറ്റിൽ സ്റ്റാർ ആകാശത്തേക്ക് പോയതുകൊണ്ടായിരിക്കാം അല്ലേ? ചിലപ്പോൾ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ അതിനെ വിട്ടുകൊടുത്തതിലുള്ള ദുഃഖമായിരിക്കാം, സാഡ് ആയിരിക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. കണ്ടില്ലേ, ആകാശത്തിൽ ആ നക്ഷത്രങ്ങൾ ഇവരോട് നന്ദി പറയുകയാണ്, കുഞ്ഞു നക്ഷത്രത്തെ വിട്ടുകൊടുത്തതുകൊണ്ട്. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അവസാനം നമ്മൾ ആ ഒരു ട്രഷറിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ലക്കി വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ സ്റ്റാർ പോയതിൽ ലക്കിക്ക് സന്തോഷമാണ് അല്ലേ, ഹാപ്പിയാണ്. ദെൻ എ മെസ്സേജ് അപ്പിയേർഡ് ഇൻ ദ സ്കൈ. ഒരു മെസ്സേജ് അപ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്താണത്? താങ്ക് യു ഫ്രണ്ട്സ്, നന്ദിയുണ്ട് ഫ്രണ്ട്സ് എന്നായിരുന്നു അത്. ഓൾ ദ സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് തിളങ്ങി, ഇങ്ങനെ കണ്ണ് ചിമ്മുന്നത് പോലെ മിന്നി. ദ ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിറ്റേർഡ് ലൈക്ക് സ്റ്റാർസ്. അത് കണ്ടപ്പോൾ കുട്ടികളുടെ കണ്ണുകളും എന്തായി? നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി. എല്ലാവർക്കും ലക്കിയുടെയും ലൂസിയുടെയും അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെയും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ? സ്റ്റാറി നൈറ്റ്, നക്ഷത്രങ്ങളുള്ള ആകാശം. ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഞാനൊരു കുഞ്ഞു നക്ഷത്രമായിരുന്നു ആകാശത്തിലെ. ഐ വാസ് ഹാപ്പി ദർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു, ഞാനിങ്ങനെ വളരെ തിളക്കത്തിൽ നിന്നിരുന്നു. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദ സ്കൈ. ഒരു ദിവസം ഞാൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ എൻ്റെ തിളക്കം അല്ലെങ്കിൽ പ്രകാശം നഷ്ടപ്പെട്ടു. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പോൾ ഞാൻ തറയിലാണ് അല്ലേ, നിലത്താണ്, അതുകൊണ്ട് സോഫ്റ്റും കൂളുമാണ്. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ ആ ഒരു നക്ഷത്രങ്ങളുള്ള ആകാശത്തെ മിസ് ചെയ്യുന്നുണ്ട്. ഓ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. പ്രിയപ്പെട്ട ആകാശമേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. ഡിയർ, എനിക്ക് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുകയും അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ആരാണിത് പറയുന്നത്? ലിറ്റിൽ സ്റ്റാർ ആണ് അല്ലേ? Who said the following dialogues? Write the speaker's name in the boxes. ആരാണ് താഴെ പറയുന്ന ഡയലോഗ്സ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അത് പറയുന്നവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്? ലൂസി, ലക്കി, മിലി. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീയാണോ ആ നഷ്ടപ്പെട്ട നക്ഷത്രം? ഇത് ചോദിച്ചത് ആരാണ്? ലക്കി അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ. എനിക്ക് തോന്നുന്നത് ഇത് ഒരു കളിക്കുന്ന നക്ഷത്രമാണ്. ഇത് പറഞ്ഞത് ആരാണ്? ലൂസി അല്ലേ? സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഈസ് ഇറ്റ് യുവേഴ്സ്? നോക്കൂ, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നിൻ്റേതാണോ എന്ന് ചോദിച്ചത് ആരാണ്? ലക്കിയാണ് അല്ലേ? നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ. ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞത് മിലിയാണ് അല്ലേ? ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. ഓ നിനക്ക് നന്നായി പ്രകാശിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ആരാണ്? ലക്കിയാണ് അല്ലേ? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. വിഷമിക്കണ്ട, ഞാൻ നിന്നെ ആകാശത്തിലെത്താൻ സഹായിക്കാം എന്ന് പറഞ്ഞതും ലക്കിയാണ്. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്. നക്ഷത്രങ്ങൾ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ലൂസി അല്ലേ? ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ലൂസിയാണ് അല്ലേ?